ഈ സെയിം സംഭവം നമുക്ക് ടെൻസ് കോംപ്ലിമെൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ആ സെയിം എക്സാമ്പിൾ വെച്ച് നോക്കാം. ടെൻസ് കോംപ്ലിമെൻറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നയൻസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. അതായത് ഇതിൻ്റെ ടെൻസ് കോംപ്ലിമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നയൻസ് കോംപ്ലിമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൻ്റെ 9 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നയൻസ് കോംപ്ലിമെൻറ്റ് കിട്ടും. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻസ് കോംപ്ലിമെൻറ്റ് കിട്ടും. ഓക്കെ, ഇനി അത് നമുക്ക് അതും അതുപോലെ തന്നെ മിനുവൻറ്റും കൂടിയിട്ട്, ഇതാണ് മിനുവൻറ്റ്, ഇതാണ് സബ്ട്രാക്റ്റ്. അപ്പോൾ മിനുവൻറ്റും ഈ കിട്ടിയിട്ടുള്ള ആൻസറും കൂടിയിട്ട് BCD അഡീഷൻ ചെയ്യണം. അതാണ് അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നത്. അതായത് 987.6. അപ്പോൾ 987.6 പ്ലസ് ഏത് 321.1. അപ്പോൾ ഇത് തമ്മിൽ BCD അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. ഇത് സാധാ സിമ്പിൾ ആയിട്ടുള്ള അഡീഷനാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് വരും? ഇൻവാലിഡ് BCD വരും. അതായത് 9ൻ്റെ മേലുള്ള BCD വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലായിടത്തും 6 വെച്ചിട്ട് ആഡ് ചെയ്യണം. 6 വെച്ചിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരി വന്നു കഴിഞ്ഞാൽ ആ ക്യാരി എന്ത് ചെയ്യണം? അടുത്ത അല്ലെങ്കിൽ അതിൻ്റെ ഇതായിട്ട്, അതായത് അതിൻ്റെ ബിറ്റായിട്ട് പിന്നെ ഒന്നുകൂടി ആ ക്യാരി ആഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെയാണ് ക്യാരി വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 0010 കൂടിയാണ് ആ ക്യാരി ആഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? അതായത് മനസ്സിലായല്ലോ? അതായത് ഇത് നോക്കി, ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഒരു ക്യാരി വന്നു അല്ലേ? അപ്പോൾ ഇത് ശരിക്കും ഡിസ്കാർഡ് ചെയ്യണമെന്നല്ല, ഡിസ്കാർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അടുത്ത ഈ ബിറ്റിൻ്റെ കൂടെ, ഏത് ബിറ്റിൻ്റെ കൂടെയാണോ ആ ക്യാരി ഉള്ളത് ആ ബിറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 308.7 കിട്ടും. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്ത് നോക്കുക. അതായത് 987.6 മൈനസ് 689.9 കിട്ടും നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 7 16. പിന്നെ ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 17, 16 8 by 8, 7 7 by 0, 9 6 by 3. അപ്പോൾ ഈ സെയിം ആൻസറാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്, 308.7. ഓക്കെ, അപ്പോൾ ഇവിടെ ടെൻസ് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ, നയൻസ് കോംപ്ലിമെൻ്റ് ആയാലും ടെൻസ് കോംപ്ലിമെൻ്റ് ആയാലും സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ക്യാരി വന്നു കഴിഞ്ഞാൽ ഏത് ബിറ്റിൻ്റെ കൂടെയാണോ ക്യാരി ഉള്ളത് ആ ബിറ്റിൻ്റെ കൂടെ തന്നെ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ, ഇവിടെ നോക്കിയേ, ഇത് മുന്നത്തെ ക്വസ്റ്റ്യൻ BCD ഡയൻസ് കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഇവിടെ ക്യാരി വന്നു. ക്യാരി വന്നത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടുത്തെ ആ ബിറ്റ് തന്നെ ആയിട്ട് ആ ബിറ്റിൽ തന്നെ എന്ത് ചെയ്തു? ആ 1 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ ആയാലും ഇവിടെ ഒരു ക്യാരി വന്നു, അത് ഡിസ്കാർഡ് ചെയ്തിട്ട് ഈ ബിറ്റിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തു. അതായത് 0010 കൂടെയാണ് ക്യാരി വന്നത്, ആ ബിറ്റിൻ്റെ കൂടെ തന്നെ 1 ആഡ് ചെയ്തു. ഓക്കെ.